പ്രധാനപ്പെട്ട ഒരു കാര്യം വിസ്മരിക്കപ്പെടരുത്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. KKR അടക്കം ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള മൾട്ടി ഭീമന്മാര് ഇന്ത്യയിലേക്ക് എക്സ്പെഷ്യലി കേരളത്തിൽ ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റരുത്. അതായത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനിയെ മാത്രം പറയുമ്പോൾ ഇന്ത്യയിലെ ഭീമന്മാരും വരുന്നുണ്ട്. അല്ല അത് പറയാ, അല്ല അവര് വരുന്നതിന് അവർക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഇത്രയും ചീപ്പ് ലേബർ കൊടുക്കേണ്ടി വരുന്ന ഒരു രാജ്യം വേറെ ഉണ്ടെന്ന് അവർ അന്വേഷിക്കുമ്പോ ഇല്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ല ഹെൽത്ത് കെയർ കിട്ടുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനം, അത് മറന്നു പോകാൻ പാടില്ല. അതിനകത്ത് ഈ നഴ്സുമാരുടെ സേവനങ്ങൾ ഒട്ടുമിക്കാനാവില്ല. കല്ലെടുത്തെറിയാതെ റോഡ് ബ്ലോക്ക് ചെയ്യാതെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു മാന്യമായ ഒരു സമര രീതി അവലംബിക്കുന്ന നഴ്സുമാരുടെ ഒരു രീതി കാണാതെ പോകാൻ പറ്റില്ല. അവര് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും ഇവിടെ പറയേണ്ടത് മറ്റു രാജ്യങ്ങളിലെ സാലറി സ്കെയിലും ഇവിടെ ലഭിക്കുന്ന അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഈ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തല പൊട്ടിത്തെറിച്ചു പോകും. കാരണം ആ ലെവലാണ് നമ്മൾ സൗദി അറേബ്യ മുതൽ ബേസ് എടുത്ത് സൗദി അറേബ്യ മുതൽ പറഞ്ഞ് കാനഡ അല്ല അത് വെച്ച് പക്ഷെ ഓർക്കണം അവിടുത്തെ പബ്ലിക്കിന്റെ ഡെൻസിറ്റി നോക്കണം. പറഞ്ഞു വന്ന് രോഗിയുടെ ബില്ല് കൂട്ടരുത്. അല്ലല്ല പീപ്പിൾ ഡെൻസിറ്റി ഞാൻ പറഞ്ഞു ഇതൊരു വലിയൊരു ആപത്താണ് ഇതിലേക്ക് വരാൻ പോകുന്നത്. പക്ഷെ അത് നഴ്സസിന്റെ സാലറി കൂട്ടിയത് കൊണ്ട് ഒരു കാരണവശാലും അതിന്റെ പേരിൽ ഇതിലേക്ക് വരില്ല. ഒരു ട്വിസ്റ്റ് അടിക്കാം നമ്മുടെ ചർച്ചയ്ക്ക്. അതായത് ഇനിയിപ്പോ നമ്മൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്താണ് താങ്കൾ പറയാൻ വന്നത്? അതുകൊണ്ട് ഞാൻ ഒന്ന് കൊണ്ടുവരാം. ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരാരും അതിന് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഗവൺമെന്റ് ആണോ തീരുമാനിക്കേണ്ടത്, മാനേജ്മെന്റുകളാണോ തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. ഗവൺമെന്റ് ഒരു മിനിമം വേജ് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിന് സ്റ്റേക്ക് പോകുന്ന ആരാ? ജീവനക്കാരാണോ? അല്ല, KPH ആണ്. 2013 സ്റ്റേക്ക് പോയി, വർഷങ്ങളോളം എടുത്ത് അത് സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. 2018 ഇറങ്ങി, അതും അവർ സ്റ്റേക്ക് പോയി. അപ്പൊ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. അപ്പൊ ഒന്നാമത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാലും കൊടുക്കാനുള്ള മനസ്സ് KPHക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നഴ്സുമാരുടെ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞു. 500 മുതൽ ചാരിറ്റി ആശുപത്രി ആണെങ്കിൽ പോലും 500 മുതൽ 3000 രൂപ വരെയാണ് നഴ്സിംഗ് കെയർ ചാർജ്. അതുകൂടാതെ ഓരോ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് 20-25 രൂപ മുതൽ എല്ലാ സർവീസിനും നഴ്സ് ചെയ്യുന്ന സർവീസുകൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ശമ്പളത്തെ കുറിച്ച് പറയുന്നു, ആശുപത്രി ബില്ലിനെ കുറിച്ച് അല്ലല്ല. ശമ്പളം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ശമ്പളം രോഗികളിൽ നിന്ന് ഈടാക്കിയിട്ടും മാന്യമായ ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഒരു സെക്കൻഡ്, ഞാൻ അദ്ദേഹമാണല്ലോ ഇതിന് ഒരു രക്തസാക്ഷിക്ക് പോകും. ഇപ്പൊ മാനേജ്മെന്റിന് വേണ്ടി പറയാൻ അങ്ങനല്ലേ ഉള്ളൂ സംഘടനയുടെ സെക്രട്ടറി എന്നുള്ളതിൽ. മിനിമം വേജസ് എന്നുള്ള സംഭവം വെച്ചിട്ട് ഈ നഴ്സസിന്റെ ശമ്പളം എത്ര നമ്മൾ അംഗീകരിക്കുന്നു വെച്ചാൽ അതിലെത്തിക്കഴിഞ്ഞാൽ ഈ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വേറെ ആൾക്കാരുണ്ടല്ലോ, പാരാമെഡിക്കൽ സ്റ്റാഫും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരും ശമ്പള വർധനയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ സാധ്യതയുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിനിമം വേജസിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള മിനിമം വേജസ് ഷെഡ്യൂളാണ് എല്ലാവർക്കും ബാധകമാവും. എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ആത്യന്തികമായിട്ട് വലിയൊരു ബില്ല്. അപ്പൊ ബേസിക്കലി ഉണ്ടാവാൻ പോകുന്നത്, ഇപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോ ഏകദേശം ഒരു മാസം തന്നെ 10-20 ലക്ഷത്തോളം രൂപ എല്ലാ നഴ്സുമാർ മാത്രമല്ല ഈ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ 10-20 ലക്ഷത്തോളം രൂപ നമുക്ക് അധിക ബാധ്യത വരുന്നുണ്ട്. അപ്പൊ ആ അധിക ബാധ്യത എവിടെ? നമുക്ക് പേഷ്യന്റിന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പോ ഈ KPH ഹോസ്പിറ്റൽസിന് KPHയും എടുക്കുന്ന നിലപാട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ആശുപത്രികളും മുടങ്ങിപ്പോവരുത് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് റേറ്റുകൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നമ്മൾ ഇതൊരു മിനിമം റേഞ്ചിൽ നിൽക്കണം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.